സൽമാൻ സർ, കഴിഞ്ഞ ആഴ്ച നമ്മളൊരു 85 വയസ്സുള്ള ഒരു അമ്മച്ചിക്ക് ഒരു സ്പെഷ്യൽ പേസ് മേക്കർ ചെയ്തിരുന്നു. അതെ. അപ്പൊ ചോദ്യം വരുന്നുണ്ട്, ഈ 85 വയസ്സിന് എന്തിനാ പേസ് മേക്കർ ചെയ്യുന്നത്? അപ്പൊ പേസ് മേക്കർ നമ്മൾ ശരിക്കും ആർക്കാണ് അഡ്വൈസ് ചെയ്യേണ്ടത്? അവിടെ ഹൃദയത്തിന്റെ മിടിപ്പ് താഴോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമാണോ ഒരു മാനദണ്ഡം? 85 ഇയേഴ്സിൽ നമുക്കൊരു പേസ് മേക്കർ ചെയ്യാൻ പറ്റുമോ? അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും? വാട്ട് ആർ ദ ഡിഫറെന്റ് പേസ് മേക്കേഴ്സ് അവൈലബിൾ? അതെ, നമ്മളെ അമ്മച്ചി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 85-year-old ലേഡി ആയിരുന്നു. പെട്ടെന്ന് ഒരു ബോധക്ഷയം സംഭവിച്ചതാണ്. പെട്ടെന്ന് ലോസ് ഓഫ് കോൺഷ്യസ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു. പെട്ടെന്ന് ശരിയായി. ഒരു അര മിനിറ്റിന്റെ ഉള്ളിൽ ശരിയായി. എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പൾസ് വളരെ കുറവായിരുന്നു. ഹാർട്ട് റേറ്റ് ഓൺലി 20-24 മാത്രമായിരുന്നു. ഈ ഒരു ഡേഞ്ചറസ് ലിമിറ്റിന്റെ താഴെ പോകുമ്പോൾ ഇവിടെയാണ് ആ പേസ് മേക്കറിന്റെ ഒരു ആവശ്യം വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് അത് എനി കൈൻഡ് ഓഫ് റിവേഴ്സിബിൾ ഫാക്ടേഴ്സ് ഉണ്ട്. അത് എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് സംഭവിച്ചതാണോ, അല്ലെങ്കിൽ അറ്റാക്ക് മൂലം സംഭവിച്ചതാണോ, അങ്ങനെ കുറച്ച് തൈറോയിഡ് കാരണം സംഭവിച്ചതാണോ, അങ്ങനെ കുറച്ച് ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് അതല്ല ഒരാൾക്ക് ഹൃദയത്തിന്റെ മിടിപ്പിന്റെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് രോഗം ബാധിക്കുമ്പോൾ ഡേഞ്ചറസ് അളവുകളിന്റെ താഴെ പോയി കഴിഞ്ഞാൽ ബോധക്ഷയം സംഭവിക്കാം. അത്തരത്തിലുള്ള ആൾക്കാർക്ക് പേസ് മേക്കർ മാത്രമേ ചികിത്സയുള്ളൂ. മരുന്നുകൾ ഫലിക്കില്ല. ഇത് മുടി നരയ്ക്കുന്ന പോലെയാണ് ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത്. മുടി നരയ്ക്കുന്ന ചികിത്സിക്കാൻ മരുന്നില്ല. അതെ, അതേപോലെ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ മരുന്നില്ല. അതെ. അപ്പൊ ആ തരത്തിലുള്ള ആൾക്കാർക്കാണ് പേസ് മേക്കർ എന്നുള്ള ഫെസിലിറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ ബേസിക്കലി പൾസ് കൂട്ടാൻ. സോ യൂഷ്വലി ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളിട്ട് ആ പേസ് മേക്കർ വാസ് ക്യാപ്സ്യൂൾ പേസ് മേക്കർ. സോ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമ്മൾ വിറ്റമിൻ ഒക്കെ കഴിക്കുന്ന പോലെ ചെറിയൊരു ക്യാപ്സ്യൂൾ. അത് കാലിന്റെ നെർവിലേക്ക് കൂടെ പോയിട്ട് ഹാർട്ടിന്റെ മെയിൻ അറിന്റെ ഉള്ളിൽ അവിടെ പോയിട്ട് ഒരു സ്ക്രൂ വെച്ചിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഒരു അരമണിക്കൂറിന്റെ പ്രൊസീജിയറേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുന്നു. ഇപ്പൊ ഈ സ്ത്രീക്ക് വളരെ ഹാപ്പി ആയിരുന്നു. ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ട്രഡീഷണൽ പേസ് മേക്കേഴ്സ് എന്താണെന്ന് ചിലപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ചിലപ്പോൾ അറിയില്ല. അത് ഒരു ചെസ്റ്റിന്റെ മുകൾ ഭാഗത്ത് ഒരു 5 to 7 സെന്റിമീറ്റേഴ്സ് ഒരു ചെറിയൊരു കീറുണ്ടാവും. അവിടെ പേസ് മേക്കർ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നു. അത് നരമ്പ് തുളച്ചിട്ട് ആ വയർ അല്ലെങ്കിൽ ലീഡ് ഹൃദയത്തിന്റെ അറയിലാണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അതും ഒരു യൂഷ്വലി കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയറാണ്. വളരെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. അതിന്റെ ഉപരി നമുക്കൊരു പുതിയൊരു ഓപ്ഷൻ ആണ് ഈ ക്യാപ്സ്യൂൾ പേസ് മേക്കേഴ്സ്. ഒരു ഇൻസിഷനും സർജറിയും അനസ്തീഷ്യ കീറലില്ലാതെ ഉള്ള ഒരു ഓപ്ഷൻ ആണ് ഈ ക്യാപ്സ്യൂൾ പേസ് മേക്കേഴ്സ്. ഇന്നത്തെ കാലത്ത് വളരെയധികം ടെക്നോളജി ഇങ്ങനെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ആൾക്കാർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്.